ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് എന്നീ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഓരോ വർഷവും ഇന്ത്യയിൽ മെഡിക്കൽ ചെലവുകൾ കുത്തനെ ഉയരുകയാണ്. ഇപ്പോൾ തന്നെ ആശുപത്രി ചെലവുകളുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 14% വരെയാണ്. ഒരു സാധാരണ കുടുംബത്തിന് അപ്രതീക്ഷിതമായി ഒരു രോഗമോ ഒരു ആശുപത്രിവാസമോ വന്നാൽ അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു കുടുംബം മുഴുവൻ സാമ്പത്തികമായും മാനസികമായും തകർന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണ ചികിത്സയ്ക്ക് തന്നെ ഏകദേശം 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ട്. ഗുരുതര രോഗങ്ങൾക്കോ വലിയ സർജറികൾക്കോ 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഉറപ്പായി രക്ഷിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ചിലവല്ല, അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക സുരക്ഷയാണ്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ കോ പേയ്മെൻറ്റ്, സബ് ലിമിറ്റ്സ്, റൂം റെൻറ്റ് ലിമിറ്റ്സ്, കൺസ്യൂമർ എക്സ്പെൻസ് തുടങ്ങി ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രീമിയം കുറച്ച് കൂടിയാലും മികച്ച ഫീച്ചേഴ്സുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെ നമ്മൾ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 1 ഇയർ പ്രൊഡക്റ്റ് അല്ല, അത് നമ്മളുടെ ഫാമിലിയെ സംരക്ഷിക്കാനുള്ള ഒരു ലോങ് ടൈം ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിനാൽ പോളിസി എടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, തീർച്ചയായും ശ്രദ്ധിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിൽ സർവീസ് എന്ന ഘടകം വളരെ പ്രധാനമാണ്, തീർച്ചയായും വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. നിങ്ങളൊരു NRI ആണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ 25% മുതൽ 40% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ പ്രീമിയം അത്രയും കുറവായിരിക്കും. ആരോഗ്യം നശിച്ചു തുടങ്ങിയാൽ പിന്നെ മികച്ച കമ്പനിയിൽ നിന്ന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടണമെന്നില്ല. ആയതിനാൽ എല്ലാവരും എത്രയും നേരത്തെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വരാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനോ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തീർച്ചയായും വിളിക്കാവുന്നതാണ്. താങ്ക് യു.